നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാത മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാത മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. വർണ്ണിച്ചിടാ വാക്കുപോരാ യേശുനാഥ, നിന്റെ സ്നേഹം വർണ്ണിച്ചിടാ വാക്കുപോരാ യേശുനാഥ, നിന്റെ സ്നേഹം. നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാത മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 11:6. ഒന്ന് നോക്കിക്കേ. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. ആമേൻ. ഈ കർത്താവ് മനുഷ്യനെ കുറിച്ച് പറയുന്ന ഒരു ഭയങ്കര പോസിറ്റീവായൊരു വേർഡാണിത്. ആമേൻ. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അപ്പോൾ ഇതിനു മുമ്പ് എന്തൊക്കെയോ ചെയ്തു, പക്ഷെ ഇതും കൂടെ അവിടെ ചെയ്യുകയാണ്. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകില്ല. കണ്ടോ, എന്താണ് ഇങ്ങനെ പറഞ്ഞത്? ബൈബിളിനകത്ത് ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല എന്ന് പറയുമ്പോൾ ഇവിടെയും ആ വാക്കിടക്കുകയാണ്. അവർക്ക് അസാധ്യമല്ല. ആമേൻ. അവർക്ക് അസാധ്യമല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെ ഒരു കാര്യമുണ്ട്. ഇത് ജനം ഒന്ന്, അവർക്ക് ഭാഷയും ഒന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭയങ്കര യൂണിറ്റി ഉണ്ട്. ഫെയ്ത്ത് എവിടെയുണ്ടോ, യൂണിറ്റി എവിടെയുണ്ടോ, അവിടെ അസാധ്യതകളില്ല. ഇതൊരു നെഗറ്റീവായി ചിലപ്പോൾ കാണേണ്ട ഒരു വാക്യമാണെങ്കിൽ പോലും എനിക്കിതിനകത്തൂടെ പരിശുദ്ധാത്മാവ് കാണിച്ചത് ഐക്യതയുടെ ശക്തിയെക്കുറിച്ചാണ്. ഒരു കുടുംബം ഐക്യത്തോടെ നിന്നാൽ അവർക്ക് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. ഒരു സഭ ഐക്യതയോടെ നിന്നാൽ അവർക്ക് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. ഒരു ദേശം ഐക്യതയോടെ നിന്നാൽ ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. സഹോദരങ്ങൾ ഐക്യതയോടെ നിന്നാൽ ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു തെളിവാണ് ദൈവത്തിൻ്റെ നാവിലൂടെ പറയുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പിശാച് ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം വ്യക്തികളുടെ ഐക്യത കളയുകയാണ്. ഇത് ദൈവഹിതമല്ലാത്തൊരു പദ്ധതി ആയതുകൊണ്ട് ദൈവം തന്നെ അതിനെ ചിതറിച്ചു. കാരണം ദൈവത്തിൻ്റെ പദ്ധതി ഭൂമിയിലെങ്ങും പരക്കുക എന്നുള്ള മനുഷ്യനെ കുറിച്ചുള്ള ദൈവ പദ്ധതിയാണ്. ദൈവഹിതമല്ലാത്ത പദ്ധതി എല്ലാം പൊടിയട്ടെന്നേ. അതിനകത്ത് അധ്വാനം ഉണ്ടെങ്കിലും പരിശ്രമം ഉണ്ടെങ്കിലും അത് ദൈവഹിതമല്ലേ, പൊടിയട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പിശാച് ഒരു കുടുംബത്തെ തകർക്കാൻ, സഭയെ തകർക്കാൻ നോക്കുന്ന ഏറ്റവും വലിയൊരു ആയുധം അവിടേക്ക് ഭിന്നതയിടുകയാണ്. പാപങ്ങളുടെ കൂടെ ഏറ്റവും വലിയ പാപമായി നിൽക്കുന്ന ഒരു പാപം അത് ഭിന്നതയാണ്.
നമുക്കത് എപ്പോഴെങ്കിലും പങ്കുവെക്കാം. അതുകൊണ്ട് എല്ലാ അനൈക്യങ്ങളും നമ്മൾ വിട്ടുമാറിപ്പോട്ടെ. പ്രത്യേകിച്ച് ഭാര്യ, ഭർത്താവ്, അപ്പൻ, മക്കൾ, പാസ്റ്റർ, വിശ്വാസി, അവിടെങ്ങളിലൊന്നും ഡിസ്യൂണിറ്റിയെ കൊണ്ടുവരുവാൻ ഇടവരുത്തരുത്. കൊരിന്ത്യ സഭയിൽ ഏറ്റവും വലിയ പ്രശ്നം, തകർക്കാൻ പിശാചെടുത്ത വലിയ ആയുധം ഡിസ്യൂണിറ്റിയാണ്. ലോകത്തിൽ വലിയ അതിശയമായി തീരാൻ വേണ്ടി തുടങ്ങിയ ആ മൂവിനെ ഭിന്നതയിലൂടെ തകർത്തത്. കുടുംബത്തിനകത്തൊക്കെ പിശാചിടുന്ന ഭിന്നതകൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഐക്യതയുണ്ടോ, വിശ്വാസമുണ്ടോ, സകലവും സാധ്യമാണ്. കർത്താവ് പറഞ്ഞില്ലേ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യ ഞാനുണ്ട്. നിങ്ങൾ ഐക്യതയോടെ നാട്ടെ. 2 പേർ ഒരുമിച്ചാൽ അത് 10,000 കൊല്ലുമെന്നാണ് പറയുന്നത്. ഒരുവൻ 1000-യും 2 10,000-യുമാണ്. കർത്താവ് നിങ്ങളെ, കുടുംബത്തെ ഒരു ഭയങ്കര ഐക്യതയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ചില കുടുംബങ്ങളിലുണ്ടാകുന്ന ഭിന്നതകൾ പരിശുദ്ധാത്മാവ് മാറ്റുന്നു. ഞങ്ങളുടെ കുടുംബത്തിനകത്തൊരു ഐക്യതയുടെ ആത്മാവിനെ ദൈവം തരികയാണ്. ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ ഐക്യമത്യപ്പെടാനാണ് പറയുന്നത്. ദൈവത്തിന് എന്തെങ്കിലും പ്രാപിച്ചെങ്കിലും അത് തെളിയിക്കേണ്ടത് സ്നേഹത്തോടെയും ഐക്യതയോടെയുമാണ്. ആമേൻ. നമുക്ക് ഈ വചനത്തെ ഏറ്റെടുത്ത് എല്ലാ ഭിന്നതകളെയും അതിജീവിക്കുവാനുള്ള ദൈവകൃപയെ നമുക്ക് ഏറ്റെടുക്കാം. അവർക്ക് ഒരു കാര്യവും അസാധ്യമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് അസാധ്യമല്ല. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അസാധ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് അസാധ്യമല്ല. ആ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ദൈവവും കൂടെ ഉണ്ടെങ്കിൽ അത് പൊളിയാതെ അത് ലക്ഷ്യത്തിലെത്തിയിരിക്കും. യെസ്, ദൈവത്തെ കൂട്ടുപിടിച്ച് നമുക്കെല്ലാം ചെയ്യാം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് കേട്ട വചനം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഐക്യത നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് ഐക്യത നൽകണമേ. ഞങ്ങളുടെ സഭയിൽ അങ്ങ് ഐക്യത നൽകണമേ. ഐക്യയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയുടെയും ഈ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ഈ കുടുംബത്തിൽ ഐക്യതയുടെ ആത്മാവ് വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭിന്നതകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവെ, അവർ ഏറ്റവും ബലമുള്ള ഒരു കുടുംബമായി അവർ മാറട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഐക്യതയോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ പിടിച്ചു നിർത്തണമേ. ഈ തലമുറയെ പിടിച്ചു നിർത്തണമേ. അവരുടെ മേലുള്ള എല്ലാ ഞെരുക്കങ്ങളെയും അസ്വസ്ഥതകളെയും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്കൊരു കാര്യം അസാധ്യമല്ല. യേശുവിൻ്റെ നാമത്തിൽ ആ എക്സാം അവർ ജയിക്കും. ആ ജോലി അവർ പാസ്സാകും. ആ ജോലി അവർക്ക് ലഭിക്കും. ആ യാത്രയിൽ അവർ ലക്ഷ്യത്തിലെത്തും. യേശുവിൻ്റെ നാമത്തിൽ അസാധ്യമായി നിൽക്കുന്നെല്ലാം സാധ്യമാകട്ടെ. ഐക്യതയോടെ അവർ മുൻപോട്ട് പോകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.